+2 റിസൾട്ട് വന്ന സമയത്ത് പല കുട്ടികൾക്കും വിചാരിച്ചൊരു മാർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആകുലത എന്ന് പറയുന്നത് ഇനി ഞങ്ങൾ വിചാരിച്ചാൽ നീറ്റും ജെയും പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്തുകൊണ്ട് വിചാരിച്ചതുപോലെ ഒരു മികച്ച പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 2 വർഷം അവർ ഈ ഒരു +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പഠിച്ച രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കണം അവർക്ക് വിചാരിച്ചൊരു സ്കോർ നേടാൻ കഴിയാതെ പോയിട്ടുണ്ടാവുക. അതിനർത്ഥം ഒരിക്കലും അവർക്ക് കഴിവില്ല എന്നുള്ളതല്ല, അവർ ആ കഴിവിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അടുത്തൊരു വർഷം കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവർ സ്വപ്നം കാണുന്ന ക്യാമ്പസിലേക്ക് എത്താൻ സാധിക്കും, അവരുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് സൈലത്തിന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈലം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ട്. ആ അക്കാഡമിക് സ്ട്രക്ചറാണ് +1 തോറ്റുപോയിട്ടുള്ള അഭിഷേക് റൂബിനെ പോലും നീറ്റ് എക്സാമിൽ ഉയർന്ന റാങ്ക് നേടി ഇന്ന് ഇന്ത്യയിലെ നമ്പർ 2 മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ അഭിഷേക് റൂബിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെ കൊണ്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ സൈലത്തേക്ക് ഒരു കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിക്ക് നമ്മൾ നൽകുന്നത് ഏറ്റവും മികച്ച മെറ്റീരിയലുകളാണ്. ആ മെറ്റീരിയലുകൾ തയ്യാറാക്കിയിട്ടുള്ളത് സൈലത്തിലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പോൾ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന DPP ആയിക്കോട്ടെ, DPP എന്ന് പറയുമ്പോൾ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, അതായത് ഒരു ദിവസം എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മെറ്റീരിയൽ തന്നെ നമ്മളൊരു കുട്ടിക്ക് നൽകുന്നുണ്ട്. അവരുടെ മെറ്റീരിയൽ അവരെന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും ക്ലാസ്സിൽ സ്ലൈഡിൽ ടീച്ചർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് അത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. രണ്ടാമത് NCERT ക്രാക്കർ നമ്മൾ നൽകുന്നുണ്ട്, മൈൻഡ് മാപ്പുകൾ നമ്മൾ നൽകുന്നുണ്ട്, നിരവധി ടെസ്റ്റ് സീരീസുകൾ എഴുതി അത്രയും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ മത്സര പരീക്ഷയും തയ്യാറെടുക്കുന്നത്. അങ്ങനെ ഏറ്റവും ഗംഭീരമായിട്ട് അടുത്ത ഒരു അക്കാഡമിക് ഇയർ അവർ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ അടുത്ത വർഷത്തിന് ശേഷം പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷണൽ കോളേജിലായിരിക്കും. സോ തീരുമാനമെടുക്കുക, പഠിക്കാൻ തയ്യാറാവുക, ഞങ്ങളോടൊപ്പം വരിക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.